കേരളത്തിലെ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു റോയൽ എൻഫീൽഡ് വാഹനമെടുത്ത് അതിൻ്റെ ബുക്കിംഗ് മുതൽ ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പരാമർശിച്ച് പോകുന്നതേ ഉള്ളൂ, നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേട്ടോ. അപ്പോൾ ഇത് പലപ്പോഴും പല ഷോറൂമുകളിലും വ്യത്യസ്തമാണ്. ആർ ടി ഓഫീസുകൾ പതുക്കെ ഈ പറയുന്ന പോലെ പലപ്പോഴും ഒരേ രൂപത്തിൽ തന്നെയാണ്, ലേറ്റ് ആവുന്നുണ്ട്. നല്ല രൂപത്തിൽ പറയുമ്പോൾ ഓൺലൈനാണ് പരിപാടി, പക്ഷേ ആ ഓൺലൈൻ ഒരു എന്താ പറയുക, ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന രൂപത്തിലേക്ക് ഇനിയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 ബുക്കിംഗ് മുതൽ റോഡിലിറങ്ങുന്നത് വരെ കേരളത്തിൽ ബുള്ളറ്റ് എന്നത് വെറും ഒരു വാഹനമല്ല എന്ന് തന്നെ പറയാം, അതൊരു വികാരമാണ് അല്ലേ. പലപ്പോഴും വികാരം വിവേകത്തിന് വഴിമാറും, വിവേകം വികാരത്തിനും വഴിമാറും. പുതിയ ജെ സീരീസ് എഞ്ചിനുമായി എത്തിയ ബുള്ളറ്റ് 350 ലുക്കിലും പെർഫോമൻസിലും ഒക്കെ മികച്ചതാണെങ്കിലും അത് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ആ ഒരു സമയം, ആ ഒരു യാത്ര അല്പം ക്ഷമ പരീക്ഷിക്കുന്ന ഒന്നാണ്. ഞാനിപ്പോൾ അതിലൂടെ കടന്നു പോകുന്നത് കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ. കേരളത്തിലൊരു ബുള്ളറ്റ് ബുക്ക് ചെയ്താൽ അത് കയ്യിൽ കിട്ടാൻ സാധാരണമായിട്ട് 15 ദിവസം മുതൽ 1 മാസം വരെയൊക്കെയാണ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. നേരത്തേക്ക് അത് 3 മാസം വരെ എടുത്ത സമയം ഉണ്ടായിട്ടുണ്ട്. 2016 ഞാനൊരു UC എഞ്ചിൻ എടുക്കുമ്പോൾ ക്ലാസിക് 350, ആ സമയത്ത് ഏകദേശം 3 മാസം മുമ്പ് ബുക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. ചെന്നൈയിൽ പ്ലാന്റിൽ നിന്നുള്ള ലോജിസ്റ്റിക് പ്രശ്നങ്ങളും വലിയ തോതിലുള്ള ബുക്കിങ്ങുമൊക്കെ കാരണമാണത്രേ ഷോറൂമുകളിൽ പലപ്പോഴും സ്റ്റോക്ക് കുറവായി ആ ഒരു ലഭ്യത കുറവൊക്കെ ഉള്ളത് കൊണ്ടാണത്രേ ഈ തരത്തിൽ വൈകുന്നത് വാഹനമെത്താനായിട്ട്. പിന്നെ കേരളത്തിൽ ആവശ്യക്കാർ കൂടുതലാണ്. ബ്ലാക്ക്, മെറൂൺ നിറങ്ങളിലുള്ള സ്റ്റാൻഡേർഡ് മോഡലുകൾക്കാണ് കൂടുതൽ ബുക്കിംഗ് വരുന്നത്. അതുകൊണ്ട് അത്തരം ഐറ്റംസ്, ഇപ്പോൾ ഈ ഒരു ബറ്റാലിയൻ ബ്ലാക്ക് പോലുള്ള സംഗതികൾ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ മാത്രം 1 ലക്ഷം ബൈക്കുകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം വിറ്റൊരു ചരിത്രം സൃഷ്ടിച്ചിരുന്നു റോയൽ എൻഫീൽഡ്. അപ്പോൾ ഈ അതിനുശേഷം നമുക്കിപ്പോൾ വണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ പലപ്പോഴും, അതായത് രജിസ്ട്രേഷനിലേക്ക് പോകും അല്ലേ. അപ്പോൾ വാഹനം ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത കടമ്പ രജിസ്ട്രേഷനാണ്. ഇപ്പോൾ ഇന്ത്യയൊട്ടാകെ HSRP എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ പ്ലേറ്റ് നിർബന്ധമാണ്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഓൺലൈനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് എടുക്കുന്നു, ടാക്സ് അടയ്ക്കുന്നു. അങ്ങനെയുള്ള പ്രോസസ്സുകൾ ഒരു അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ പൂർത്തിയാക്കാൻ പറ്റും. 2-3 OTPകൾ, ഒന്ന് ഇൻഷുറൻസിന് വേണ്ടിയും മറ്റ് 2 OTPകൾ ടാക്സ് രജിസ്ട്രേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത്തരത്തിൽ കൃത്യമായി ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ തന്നെ നമ്മൾ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പലപ്പോഴും അതിന് ശേഷം നമ്പർ ഇഷ്യൂ ചെയ്യുക എന്നൊരു പ്രശ്നമാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ നമ്പർ വീണ് കഴിഞ്ഞാൽ അതിന് തന്നെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ MVDമാരുടെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ MVI എന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് യഥാർത്ഥത്തിൽ ഈ നമ്പർ ഇഷ്യൂ ചെയ്യുന്നത്. അവർക്ക് അവരുടെ ടെസ്റ്റുകളുണ്ട്. എല്ലാ വാരാന്ത്യത്തിലും 1 ദിവസമോ 2 ദിവസമൊക്കെ വരുന്ന പഴയ വാഹനങ്ങളുടെ ടെസ്റ്റുകൾ, മറ്റ് ഒട്ടനവധി ജോലികൾക്കിടയിൽ വേണം ഈ കാര്യം കൂടി, നമ്പർ ഇഷ്യൂ ചെയ്യുന്ന പരിപാടി കൂടി ചെയ്യാൻ. അപ്പം ഓൺലൈൻ പരിപാടി ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഇതിൽ നിന്ന് മറ്റ് ബെനിഫിറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇത് സാധാരണഗതിയിൽ വൈകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവരുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെയാണ് നമ്പർ ഇഷ്യൂ ചെയ്ത് വരിക. അതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഒരു 3 ദിവസം മുതൽ 5 ദിവസം വരെയൊക്കെ ചിലപ്പോൾ ഈ ഒരു പ്രോസസ്സിന് പിടിക്കാം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു നമ്പർ പഞ്ച് ചെയ്ത് വരുന്നതിന് വേണ്ടി ഓർഡർ പോകും. അതും ഇതേപോലെ ഒരു 3 ദിവസം to 5 ദിവസം വരും എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ നമ്പർ തിരിച്ച് നമുക്ക് അവർ ഈ പഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് കൊറിയറായി ഷോറൂമിൽ എത്തിച്ച് കൊടുത്താൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ആ വണ്ടിയിൽ അത് ഫിറ്റ് ചെയ്ത് നമുക്ക് മറ്റ് എക്സ്ട്രാ ഫിറ്റിങ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്തതിന് ശേഷം വണ്ടി പോളിഷിങ്ങും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ലൊരു നമ്പർ വേണമെങ്കിൽ പിന്നെയും നമുക്ക് കാലതാമസം ഉണ്ടാവാം. ചിലപ്പോൾ 1 ആഴ്ച കൂടുതൽ ഒക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ TP എന്നൊരു പരിപാടിയുണ്ട്. അവിടെയും 4000 രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് പിടുങ്ങുന്ന പരിപാടിയാണ് സർക്കാർ ഈ തരത്തിൽ ചെയ്യുന്നത്. കേരളത്തിൽ
ഇത്തരത്തിൽ കാശുണ്ടാക്കുന്ന പരിപാടി സർക്കാരിന് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ടോൾ ബൂത്തുകളുടെ കാര്യം പറഞ്ഞ് സമരം നടക്കുന്ന പോലെ, കാസർഗോഡ് കുമ്പളയിലെ സമരം നടക്കുന്ന പോലെ തന്നെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഇതേപോലെ ഒരു ടോള് കൊടുക്കുന്നു, പക്ഷേ നമ്മൾ അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിൽ നിന്നും പുതിയ റോഡുകൾ ഉണ്ടാക്കുന്നതിനുള്ള പണം സർക്കാർ സ്വരൂപിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ. എന്നിട്ടും ആ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ 4 ചക്ര വാഹനങ്ങൾക്കും വലിയ ഹെവി വാഹനങ്ങൾക്കുമാണ് ഈ പറയുന്ന ടോൾ പിരിക്കുന്നതെങ്കിൽ കൂടി ഭാവിയിൽ ഇരുചക്ര വാഹനങ്ങളും ഇതിൻ്റെ പരിധിയിലേക്ക് ഇവർ കൊണ്ടുവന്നേക്കാം. അതായത് ഒരു ടോൾ സ്കാം തന്നെ നടക്കുന്നു. അതിനെതിരെ ശക്തമായ ജനപ്രതിരോധവും വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം കേട്ടോ. അപ്പം എന്തായാലും പഴയ ബുള്ളറ്റുകളിലെ പോലെ നമ്പർ പ്ലേറ്റിൽ അക്ഷരങ്ങൾ ഉയർന്നു നിൽക്കുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ എംബോസ്ഡ് പഞ്ചിങ് ഒന്നും ഇപ്പോൾ നിയമപരമായിട്ട് അനുവദനീയമല്ല. ഈ ഒരു HSRP പ്ലേറ്റിന് മുകളിൽ പഴയ രീതിയിലുള്ള ഡിസൈനുകൾ പലരും പരീക്ഷിക്കാറുണ്ട്. എന്നാൽ അത് ചെയ്യുന്നതിന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കർശന നിയന്ത്രണങ്ങളും നിയമങ്ങളൊക്കെ നിലവിലുണ്ട്, ചട്ടങ്ങളൊക്കെ. ഇതൊക്കെ കുറേ വളച്ചൊടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയേറെ സുരക്ഷിത നമ്പർ പ്ലേറ്റുകളുടെ ഒന്നും ആവശ്യം ഇന്ത്യ പോലൊരു രാജ്യത്തുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്തായാലും ഇത്രയും കാലതാമസമൊക്കെ സഹിച്ച് വണ്ടി കയ്യിൽ കിട്ടിയാൽ പിന്നെ നമുക്ക് പരാതികളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പുതിയ എൻജിൻ, J സീരീസ് എൻജിൻ വളരെ സ്മൂത്താണ്. പഴയ ബുള്ളറ്റുകളിലെ പോലെ അമിത വൈബ്രേഷൻ ഇല്ല. അങ്ങനെ മൈലേജ് ഏകദേശം 35-40 കിലോമീറ്റർ നേരത്തെ ഉള്ള അതേ ബുള്ളറ്റുകളുടെ മൈലേജൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. വണ്ടി ഓടിക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ കുറച്ചുകൂടെ നേരത്തെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഓണം, വിഷു പോലുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ വെറുതെ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് ഈ ചെന്നൈയിലാണ് ഇതിൻ്റെ പ്ലാന്റ് വരുന്നത്. മറ്റെവിടെയും പ്ലാന്റ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്തായാലും വിദേശങ്ങളിലേക്കടക്കം കയറ്റി അയക്കുന്നത് കൊണ്ട് വാഹന ലഭ്യത വളരെ പ്രശ്നം തന്നെയാണ്. കാരണം ലിമിറ്റഡ് ക്വാണ്ടിറ്റി അല്ലേ ഒരു പ്ലാന്റിൽ നിർമ്മിക്കാനാവുകയുള്ളൂ. അപ്പോൾ അവരതിൻ്റെ ഒരു സ്ട്രെങ്ത്തൊക്കെ കൂട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നമ്പർ പുതിയത് ഈ തരത്തിൽ ലേലത്തിലൂടെയൊക്കെ എടുക്കണമെങ്കിൽ, നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്പറൊക്കെ എടുക്കണമെങ്കിൽ അതിൽ പിന്നെയും താമസം വരാം. പിന്നെ പേപ്പർ വർക്കുകൾ, ഇൻഷുറൻസ്, ടാക്സ് എന്നിവയുടെ കാര്യത്തിൽ കൃത്യമായ അപ്ഡേറ്റുകൾ നമുക്ക് ഷോറൂമിൽ നിന്ന് ചോദിച്ച് വാങ്ങുക വണ്ടി കയ്യിൽ കിട്ടുന്നതിന് മുമ്പായിട്ട്. അതേപോലെ RTOയുമായിട്ടും ബന്ധപ്പെടാം. നല്ല നമ്പറുകൾ ലഭ്യമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ബന്ധപ്പെട്ട് മനസ്സിലാക്കാം.